നമസ്കാരം. ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ വീണ്ടും വഴങ്ങി. പാകിസ്ഥാൻ പിടിയിലായിരുന്ന BSF ജവാൻ പൂർണം കുമാർ ഷായെ വിട്ടയച്ചു. അട്ടാരി അതിർത്തി വഴിയാണ് BSF ജവാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത്. ഇന്ന് രാവിലെ 10:30 മണിക്ക് പ്രോട്ടോകോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയത് എന്നാണ് വിവരം. ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്നാണ് ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായത്. അതിർത്തി കടന്നു എന്നാരോപിച്ച് പാക് റേഞ്ചേഴ്സായിരുന്ന ജവാനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പിടിയിലായപ്പോഴും പാകിസ്ഥാൻ ഇതേ വാഗ അട്ടാരി അതിർത്തി വഴിയാണ് കൈമാറ്റം നടത്തിയത്. പഹൽഗാം ഭീകര ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് പൂർണം കുമാർ ഷാ എന്ന PK ഷാ അതിർത്തിയിൽ നിന്നും പാക് സൈനികരുടെ പിടിയിലാകുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ നോമാൻസ് ലാൻഡിലെ കർഷകരെ നിരീക്ഷിക്കാനെത്തിയ പൂർണം അബദ്ധത്തിൽ അതിർത്തി കടക്കുകയായിരുന്നു. 182ാമത് BSF ബറ്റാലിയനിലെ കോൺസ്റ്റബിളാണ് ഇദ്ദേഹം. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിന് സമീപം ഡ്യൂട്ടിയിൽ ആയിരിക്കെയാണ് ഇദ്ദേഹം പിടിയിലാകുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടേതും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട്. ഈ മേഖലയിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം വിളവുകൾ നീക്കാൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. അതിർത്തി മേഖലയിൽ നിന്ന് ഇതിന് മുൻപ് തന്നെ PK ഷായെ പിൻവലിച്ചിരുന്നു. എന്നാൽ കൃഷിസ്ഥലങ്ങൾ വെട്ടി വൃത്തിയാക്കണമെന്ന നിർദ്ദേശപ്രകാരം ഇതിനായി എത്തിയ കർഷകർക്ക് സഹായം നൽകാനും മറ്റുമായി ഷാ ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നു. ഈ ജോലിക്കിടെ തണൽ തേടി മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ റേഞ്ചർമാർ ഇദ്ദേഹത്തെ പിടികൂടുന്നത്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി സ്വദേശിയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലായ പൂർണം കുമാർ.